ഇത് കണ്ടില്ലേ, കൈ നിറയെ പാത്രം നിറയെ ചുരങ്ങിയും പടവലം. ഇന്ന് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്. അതോടൊപ്പം ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിലാണ് താമസിക്കുന്നത്. ഇതേപോലെ മനസ്സ് വെച്ചാൽ ചെറിയ സ്ഥലമുള്ളവർക്ക് പോലും പടവലവും ചുരങ്ങിയും പയറും ഒക്കെ നടാൻ പറ്റും. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ചെറിയൊരു അടുക്കളത്തോട്ടത്തിൽ പടവലവും ചുരങ്ങി ഒരുമിച്ച് നട്ടാട്ടെ. പടവലം ഉണ്ട്, ചുരങ്ങി നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അത് എല്ലാം ഒരു 6 തടത്തിൽ ഒരുമിച്ച് നട്ടു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വളർന്ന് വന്ന് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അതേപ്പറ്റി ഇടാനായിരുന്നു ഈ വീഡിയോയിൽ പറഞ്ഞത്. നമ്മളെ വീടിനോട് ചേർന്ന് നമ്മുടെ നടപ്പാത ഉണ്ടല്ലോ സൈഡിൽ, അതിലേക്കാണ് പന്തലിട്ടിരിക്കുന്നത്. ഇത് കണ്ടല്ലേ, നമ്മളിത് ചുരങ്ങ പറിക്കുകയാണ്. അതുപോലെ പടവലൊക്കെ ചെറുതാണ്, എന്നാലും ചെറിയ ഇനമാണ്. കണ്ടല്ലേ, നമ്മൾ ഇന്ന് വിളവെടുക്കുന്ന ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഇതിലേക്ക് നടക്കുമ്പം ഒരു സന്തോഷമുണ്ട് കാണുന്നത്. അത് നോക്കി, നമ്മളിതിലെ സ്ഥിരം നടക്കുന്ന ഒരു വഴിയാണ്. ആ വഴിയിലൂടെ ഈ ചെടികളൊക്കെ കാണുമ്പം ഇതിനെയൊക്കെ താലോലിച്ച് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു മത്തൻ പോലത്തെ ഒരു ചുരങ്ങ കാണിച്ചു തരാം. കണ്ടില്ലേ, മത്തൻ പോലത്തെ ചുരങ്ങ കണ്ടിട്ടില്ലേ? ഇത് നമ്മൾ ചിലരൊക്കെ നട്ടിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും കണ്ടില്ല, അടിപൊളി. ഇതൊക്കെ നമ്മളെ വീട്ടിലെ അടുക്കള വേസ്റ്റ് കൊണ്ട് വളങ്ങളൊക്കെ, പിന്നെ കുറച്ച് പച്ച ചാണകം കടലപ്പിണ്ണാക്കും, അതിൻ്റെ രീതികളൊക്കെ പറയാം. ആദ്യം ചെയ്തിട്ട് ചാണകപ്പൊടി, ഒരു കൊട്ട ചാണകപ്പൊടി ഒരു തടത്തിലിട്ടു. എന്നിട്ട് അതിന് ലേശം എല്ലുപൊടിയും ലേശം വേപ്പിണ്ണാക്കും, ഇതെല്ലാം കൂടെ നന്നായി കൊത്തി ഇളക്കി നമ്മൾ തടം നന്നായി നല്ല എയറേഷനുള്ളതായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം വിത്ത് പാകി നനച്ചു കൊടുത്തു. പിന്നെ നമ്മൾ വളരുന്നതനുസരിച്ച് ഒരു 4, 5, 6 പ്രായമാകുമ്പോഴത്തേക്കും അതുവരെ പ്രത്യേകിച്ച് വളപ്രയോഗം ചെയ്യേണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കരിയില ചുറ്റും ഇട്ട് കൊടുത്തു. പിന്നെ അതിന് മുകളിലാണ് നമ്മൾ വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം ഇത് പുളിപ്പിച്ചതിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു തവണ വീണ്ടും നമ്മളിതില്ല ശീമക്കൊന്നയുടെ ഇല ഇതും ചുറ്റും ഇട്ട് കൊടുത്തിട്ട് ഇതേ വളപ്രയോഗം ഇങ്ങനെ ചെയ്തു. ഇതൊരു 3 തവണ ആവർത്തിച്ചു ഈ വളപ്രയോഗം. അപ്പം തന്നെ നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു വന്നു. നമ്മൾ പടവലവും ചുരങ്ങയൊക്കെ നന്നായി വന്നു. എന്നിട്ട് പിന്നെ അത് പന്തലിലേക്ക് കയറി. ഇതൊരു പന്തലിനമാണല്ലോ, പന്തലേക്ക് കയറ്റാന്നാണ് പ്രധാനമായിട്ട്. ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിൽ താമസിക്കുന്ന ഒരു 10 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഒരു ഉള്ള പരിമിതി നിന്നുകൊണ്ട് എന്നിട്ട് നമ്മൾ നടപ്പാതയിലേക്കാണ് പന്തൽ കയറ്റി വിട്ടത്. അതുകൊണ്ട് തന്നെ കാണാനും നമുക്ക് നടക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ് കാണാനൊക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ വളപ്രയോഗം ഒരു 3 തവണ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേനലായതുകൊണ്ട് 2 നേരം നനച്ചു കൊടുത്തു. ശരിക്കും ഇത് ആയപ്പോഴത്തേക്കും തന്നെ ഒരു 80 ദിവസം കൊണ്ട് തന്നെ പൂവിട്ട് തുടങ്ങി. പൂവിട്ട് നമുക്കൊരു 120, 150 ദിവസം കൊണ്ട് നമുക്ക് നല്ല വിളവ് പറിക്കാൻ തുടങ്ങി. ഇതൊരു എന്തായാലും 6 മാസത്തേക്കൊക്കെ നമുക്ക് വിളവ് കിട്ടും. അപ്പോൾ ഇതേപോലെ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ചെറിയ സ്ഥലത്താണെങ്കിൽ പോലും ചെറിയ പന്തലൊക്കെ ഇട്ടിട്ട് ചുരങ്ങിയും പടവലവും പയറൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.